സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ഇന്ന് കേരളത്തിൽ വന്ദേ മാതരം പാടിയില്ല. സാധാരണ പതിവ് പോലെ ജനഗണമന പാടി ചടങ്ങുകൾ ഗംഭീരമാക്കി. കോൺഗ്രസിനെയും മുഖ്യമന്ത്രി സതീശനെയും രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വന്ന പുതിയൊരു അഭിനവ രാജ്യസ്നേഹി ഇപ്പോൾ മാളത്തിൽ ഒളിച്ചു എന്നാണ് പറയുന്നത് കേട്ടത്. നമുക്ക് അതിനു മുമ്പ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പാണക്കാട്ട് തമ്പുരാന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ സ്ഥാനം രാജിവെച്ച് പാണക്കാട്ടിന്റെ അടിമപ്പണി ചെയ്യുന്നതായിരിക്കും വി ഡി സതീശന് നല്ലത് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. വന്ദേ മാതരം നാളെ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് വന്ദേ മാതരം ആദ്യ അവസാനം പാടാൻ ഇവിടുത്തെ വി ഡി സതീശൻ തയ്യാറാവണം. അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്ന് വി ഡി സതീശനെ ഓർമ്മിപ്പിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതായത് സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്തുമ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ വന്ദേമാതരം മുഴുവനുമായി പാടിയില്ല എങ്കിൽ അങ്ങ് തീർത്തു കളയുമെന്ന് ഒരു BJP നേതാവ് പറയുന്നതാണ് ഈ കേട്ടത്. പാണക്കാട്ട് തങ്ങളുടേതല്ല കേരളമെന്നും സതീശൻ വിവരമറിയുമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ BJP എന്ന പാർട്ടിയുടെ കൊടിയുടെ പേരിലും മോദിയുടെ ഫോട്ടോയുടെ പേരിലും വരെ പണം അടിച്ചു മാറ്റി പുട്ടടിച്ചു നിൽക്കുന്നൊരു മഹാൻ സ്വന്തം പാർട്ടിക്കാരുടെ തന്നെ തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണിത്. ഇവിടെ ഭരിക്കുന്നത് പാണക്കാട്ടെ തങ്ങന്മാരല്ലെന്നും വന്ദേമാതരം പാടാതിരുന്നാൽ മുഖ്യമന്ത്രി സതീശന് അതിൻ്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്നാണ് BJPയുടെ ജനറൽ സെക്രട്ടറി S. സുരേഷ് പറഞ്ഞിരിക്കുന്നത്. വന്ദേമാതരത്തിലെ ആദ്യത്തെ 2 പാരഗ്രാഫുകൾ വേണ്ടവർക്ക് ചൊല്ലാം, അതാണ് കണക്ക്. മുഴുവൻ ചൊല്ലണമെന്നുള്ളവർക്ക് അങ്ങനെയുമാകാം. ദേശീയഗാനം തന്നെയാണ് പ്രധാനമെന്നുള്ളത് പതിറ്റാണ്ടുകളായി അനുവർത്തിച്ചു വരുന്ന ഒരു നിയമമാണ്. രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ നിന്ന പഴയ രാജ്യദ്രോഹികൾ ഈ രാജ്യം ഭരിക്കാൻ വന്നതോടെ പണ്ടത്തേതിൽ പലതും അനാവശ്യമായി മാറ്റം വരുത്തുകയാണ് എന്നൊരു ആക്ഷേപം ഇപ്പോൾ വരികയാണ്. കേന്ദ്രം ഭരിക്കുന്നവർ എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നാൽ അതിന് സർക്കുലർ ഇറങ്ങും. അതിൽ പറ്റുമെങ്കിൽ യോജിച്ചു പോകണം എന്നുള്ളതാണ് മാന്യതയുള്ള ഒരു നേതാവ് പരസ്പരം പറയേണ്ടത്. അല്ലാതെ ഒരു മുഖ്യമന്ത്രിയെ പരസ്യമായി വാർത്താ സമ്മേളനം വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് വകവച്ചു കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല എന്ന് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. കോൺഗ്രസ് വക്താവ് ജിൻഡോ ജോൺ ഇതിനെതിരെ അതിശക്തമായിട്ടാണ് പ്രതികരിച്ചത്. ജിൻഡോ ജോൺ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: സുരേഷെ, നീ പുളുത്തും. കേരളം ഭരിക്കുന്നത് UDF ആണ്. ബ്രിട്ടനോട് ഏറ്റുമുട്ടിയ 80 വർഷങ്ങൾക്ക് മുൻപ് മൂവർണ്ണക്കൊടി ഉയർത്തി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച കോൺഗ്രസ് നയിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ. മതേതര മനുഷ്യർ ഒന്നിച്ചു പോരാടി സൃഷ്ടിച്ച ഇന്ത്യയിൽ ഈ സ്വാതന്ത്ര്യദിനത്തിലും എന്ത് പാടണമെന്ന് നിങ്ങൾ തീരുമാനിക്കണ്ട. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തും മാപ്പെഴുതിയും ഒളിസേവ ചെയ്തും കിട്ടിയ വെള്ളക്കാരൻ്റെ മാസവരി കൊണ്ട് വർഗീയത വിത്തിട്ട് വളർത്തിയവർ വന്ദേമാതരത്തിൻ്റെ ക്ലാസ് എടുക്കാറായിട്ടില്ല. സംഘികളുടെ അമ്പലക്കൊള്ളയിൽ നിന്ന് അയോധ്യയിലെ രാമനെയെങ്കിലും ഒന്ന് സ്വതന്ത്രമാക്കിയിട്ട് പോരെ ഈ കച്ചേരിയും ഭീഷണിയും. രാജ്യത്തെ ഒറ്റിയത് പോരാഞ്ഞിട്ട് പള്ളി പൊളിച്ച് വർഗീയ ലഹളകൾ നടത്തി പണിത രാമൻ്റെ അമ്പലം പോലും കൊള്ളയടിച്ചു. അയോധ്യ മുതലുള്ള അമ്പലങ്ങൾ കൊള്ളയടിച്ചവർ അവനവൻ്റെ പാർട്ടി ഫണ്ടും മോദിയുടെ കട്ടൗട്ടും പാർട്ടി കൊടിയും കട്ടുവിറ്റു. പലചരക്ക് കടയുടെ പേരിൽ വ്യാജ GST ബില്ലും നരേന്ദ്രമോദിയുടെ വണ്ടിയുടെ കള്ളബില്ലും ഉണ്ടാക്കി പുട്ടടിച്ചവരൊക്കെ നേരിടാൻ പോകുന്ന ഭവിഷ്യത്ത് അത് ഗുരുതരമായിരിക്കും. കട്ടസംഖ്യകളും കട്ടത്തിൽ വീതം കിട്ടാത്ത സംഖ്യകളും തമ്മിലുള്ളൊരു പോരാട്ടത്തിൽ സംശയനിഴയിലുള്ള ഈ സുരേഷ് ജിയുടെ ബാറ്ററിയും ബൾബും പീസാകാതെ നോക്കണേ എന്ന പരിഹാസം പൂണ്ട താക്കീതാണ് കോൺഗ്രസ് വക്താവ് ജിൻഡോ നൽകിയിരിക്കുന്നത്. സത്യത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 80 വർഷം കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന ചില കാട്ടിക്കൂട്ടലുകൾ വിവരമില്ലായ്മ കൊണ്ട് മാത്രമാണ്. കോൺഗ്രസ് എന്ന പാർട്ടിക്ക് നൂറുകണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രം പറയാനുള്ളപ്പോൾ BJP ഒരു സവർക്കറേയും കൊണ്ട് കളിക്കുകയാണ്. എന്നാൽ ആ സവർക്കറും ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തു രക്ഷപ്പെട്ടയാളാണ് എന്നുള്ളതാണ് ഇപ്പോൾ കൂടുതലും പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ സ്വന്തമായി ഒരു സമര പോരാളി പോലുമില്ലാതെ സ്വാതന്ത്ര്യത്തെ സ്വന്തം അക്കൗണ്ടിൽ വരുത്താൻ നോക്കുന്നൊരു പാർട്ടിക്കാരൻ്റെ ജൽപ്പനങ്ങൾ എന്നല്ലാതെ ഇതിനെ പറയാൻ കഴിയില്ല. എന്ത് ഭരണമുണ്ടായിട്ടും കാര്യമില്ല. ഇങ്ങനെ ബുദ്ധി ഉറക്കാത്ത നേതാക്കന്മാരാണ് ഏതു പാർട്ടിയായാലും അവരുടെ ശാപം എന്ന് BJP തിരിച്ചറിയുന്നത് നല്ലതാണ്. ഈ നേതാവിൻ്റെ മഹാത്മ്യം തിരുവനന്തപുരത്ത് എല്ലാവരും പറയുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട്.